ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഭയം എന്നൊരു വികാരമില്ലായിരുന്നു, ഭയമില്ലായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നത് ആദ്യമായി മനുഷ്യൻ ഭയപ്പെടുന്നത് ദൈവത്തെ കണ്ടിട്ടാണ്. പിശാചിനെ കണ്ടിട്ട് ഭയപ്പെടുന്നെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ആദ്യമായി മനുഷ്യൻ ഭയപ്പെടുന്നത് ദൈവത്തെ കണ്ടിട്ടാണ്. വേദപുസ്തകം പറയുന്നു, ദൈവം കൊടുത്ത തേജസ്സും അധികാരവും നഷ്ടപ്പെടുത്തി പിശാചിൻ്റെ തന്ത്രങ്ങളാൽ വീണുപോയ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ അകത്ത് ഭയം കയറുകയാണ്. അന്നുവരെ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ഓടി അടുക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, അന്നുവരെ വൈകുന്നേരം രാവണയുന്ന നേരം ഇറങ്ങി വരുന്ന ദൈവത്തെ കാണാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തോട് സമയം ചെലവഴിക്കാൻ ആവേശത്തോടു കൂടെ ആർത്തിയോടിരുന്ന മനുഷ്യൻ ഇതാ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ, ദൈവം വരുമ്പോൾ അവർ ഓടി ഭയന്ന് ഇലയുടെ പുറകിലേക്ക് ഒളിക്കുകയാണ്. മനുഷ്യൻ്റെ അകത്ത് ഭയമെന്നൊരു വികാരം കയറി വന്നു. ഇന്നും മനുഷ്യൻ ദൈവമില്ലാത്തവൻ ഭയത്തിൽ തന്നെ തുടരുകയാണ്. ദൈവമില്ലാത്തവൻ പറയും, അയ്യോ നാളെ എന്തോ ചെയ്യും, നാളെ എന്ത് ചെയ്യും, അടുത്ത സെക്കൻഡ് എന്ത് ചെയ്യും. സാഹചര്യം നോക്കിയാൽ മരുഭൂമിയാണ്, വെള്ളം കിട്ടാൻ സാഹചര്യം ഇല്ല. പക്ഷെ പ്രവാചകൻ പറയുന്ന ഇട നീ കുഴിവെട്ട്, വെള്ളം തരുന്നത് ദൈവമല്ലേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം എന്തേലും ആരടുത്തെങ്കിലും പറഞ്ഞാൽ സാധ്യമാകുന്ന കാര്യം പറയത്തില്ല, സാധ്യമാകുന്നത് പറയത്തേയില്ല എന്ന് പറഞ്ഞ ഒഴിഞ്ഞ ചർച്ചിനെ നോക്കിയിട്ട് ദൈവത്തിന് പറയാനുള്ളത് അതെ നീ 20-30 തുടരുമെന്നല്ല, നിനക്ക് വലിയ വിശാലതയുണ്ട്. ഇരിപ്പാൻ സ്ഥലമില്ലാതെ വണ്ണം ഏക്കർ കണക്കിന് ഭൂമിക്കകത്ത് വലിയ ആലയം തരുമെന്നാണ് ദൈവത്തിന് പറയാനുള്ളത്. ആമേൻ. ശരീരം നിർജീവമാകുമ്പോൾ, ദേഹബലം ക്ഷയിക്കുമ്പോൾ സയൻസ് പറയും, അബ്രഹാമെ തീർന്നടാ, ഇനി നിനക്കൊരു തലമുറ സ്വപ്നങ്ങളിൽ മാത്രമാണ്. പക്ഷെ ദൈവത്തിന് സാഹചര്യമില്ലാത്തവ പറയാനുള്ളത് 100ാമത്തെ വയസ്സിലെ സാഹചര്യം മറ്റുപോയ സമയമില്ലേ, അവിടെയാണ് നിനക്കൊരു തലമുറയെ ഞാൻ തരാൻ പോകുന്നത്. സാധ്യമാകുന്ന കാര്യം എൻ്റെ ദൈവം പറയത്തില്ല, സാധ്യമാകുന്നത് ഒന്നും ദൈവം പറയത്തില്ല. 1,00,000 രൂപ ബാങ്കിലുണ്ടെങ്കിൽ എടാ നിനക്കൊരു നാനോ കാർ തരാമെന്ന് ദൈവം പറയത്തില്ല. അത് പറയാതെ നമുക്കറിയാം 1,00,000 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നാനോ കാർ വാങ്ങാൻ പറ്റുമായിരിക്കും. ആമേൻ. ബാങ്കിലൊരു 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിനക്ക് വീട് തരാമെന്ന് ദൈവം പറയത്തില്ല. ഒന്നുമില്ലാത്ത നേരത്ത്, പോക്കറ്റിലെ അവസാനത്തെ നാണയവും തീരുന്ന സമയത്ത് എൻ്റെ ദൈവം പറയും, ഹേയ് നിങ്ങൾക്ക് മനസ്സിലായില്ല, അവസാനത്തെ ചില്ലിക്കാശും തീരുമ്പോ, അവസാനത്തെ പിടിവള്ളിയും അറ്റുപോകുമ്പോ, അവസാനത്തെ പ്രതീക്ഷയും നശിക്കുമ്പോ, വെള്ളം കഴുത്തോളം എത്തുമ്പോ, അപ്പോഴാണ് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒന്നിനെയും ഭയപ്പെടരുത്. ആരെ ഭയപ്പെടണം? കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം. ഒന്നിനെയും ഭയപ്പെടരുത്. ജീവിതത്തിൻ്റെ ഒരു പ്രശ്നത്തെയും ഭയപ്പെടരുത്. ഭയപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഭയത്തിന് ദണ്ഡന ഉണ്ട്. ആ ഭയം അവനെ കലക്കിക്കളയും. മാനസികം, ശാരീരികം, ആരോഗ്യം, സകല മേഖലയ്ക്കകത്ത് ഈ ഭയം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കും. പലരും തനിച്ച് തളർന്നിരുന്നു കരയുന്നതിൻ്റെ കാരണം ഭയമാണ്. പലരും മരിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം ഭയമാണ്. പലരും കയറെടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം ഭയമാണ്. പലരും ചാകണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഭയമാണ്. ചൂരച്ചെടിയുടെ തണലിൽ ഒരു മനുഷ്യൻ കിടന്ന് പറയുന്നു, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല. അവൻ വാ തുറന്നാൽ സ്വർഗം തുറന്ന് തീയിറക്കുന്നവൻ. അവൻ്റെ പ്രവചന ശബ്ദത്തിന് വാളിൻ്റെ മൂർച്ചയായിരുന്നു. വലിയ മർമ്മങ്ങളെ പ്രസ്താവിച്ചവൻ. 850 വാലിൻ്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നവൻ പറയുന്നു, അവൻ ഭയപ്പെട്ട് പറയുന്നു, നല്ലവനല്ല, എൻ്റെ പ്രാണനെ എടുക്കണം. ഒറ്റ കാര്യം, അകത്ത് ഭയം കയറി. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഇസബേലിനെ ചവിട്ടി മെതിപ്പാനുള്ള അധികാരവും ശക്തിയും ദൈവം നമുക്ക് തന്നിരിക്കപ്പെടുമ്പോ ഒരു തന്ത്രങ്ങളെയും ഭയപ്പെടരുത്. ഒന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലേലും ഭയപ്പെടരുത്. എന്തിനാ ഭയത്തോടെ ജീവിക്കുന്നേ? ഭയത്തോടെ ജീവിച്ചാൽ തീർന്നു. ജീവിതം ആസ്വദിക്കാൻ കഴിയുമോ?
അവൻ ഭയമുള്ളവൻ, അതേ മനസ്സ് കലങ്ങിപ്പോയവൻ, ടേബിളിൻ്റെ നിരത്ത് എത്ര വലിയ വിഭവങ്ങൾ നിരത്തി വെച്ചാലും അവൻ വാരി കഴിക്കുന്ന ഒരു പച്ചമണ്ണ് കഴിക്കുന്ന ലാഘവത്തോടെ ആയിരിക്കും. പക്ഷെ ദാവീദ് പറയും, ഞാൻ നിർഭയനായി കിടന്നുറങ്ങും, കാരണം നീയല്ലോ യഹോവേ എന്നെ വാസിക്കുമാറാക്കുന്നത്. ദാവീദ് പറയുന്നു, ഞാൻ കിടക്കുകയും ചെയ്യും, ഞാൻ ഉറങ്ങുകയും ചെയ്യും. അത് പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല. ശൗലിൻ്റെ വാള് തലയ്ക്ക് നേരെ വരുമ്പോൾ, സ്വന്തം മകൻ കൊല്ലാൻ പുറകെ പാഞ്ഞെടുക്കുമ്പോൾ ദാവീദിന് പറയാൻ ഒന്നേയുള്ളൂ, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ആരെ അറിയുന്നു. പൗലോസ് പറയും, അവൻ എൻ്റെ ഉപനിധി, അന്ത്യത്തോളം കാപ്പാൻ ശക്തനായവൻ. കാരാഗൃഹത്തിൻ്റെ ഇരുമ്പഴികൾക്കുള്ളിൽ കടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നത് കാര്യമുണ്ട്. നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, കഷ്ടതയുടെ കാരാഗൃഹത്തിൻ്റെ അകത്ത് കിടന്ന് എങ്ങനെ തോന്നി ഈ മനുഷ്യൻ ഇങ്ങനൊരു വാക്ക് പറയാൻ? നിങ്ങൾ സന്തോഷിപ്പിനെന്ന് എങ്ങനെ സഭയോട് പറയാൻ തോന്നി? സുവിശേഷം നിമിത്തം ബന്ധനത്തിൽ കടക്കപ്പെടുമ്പോഴും ആമേൻ ഭക്തന് പറയാനുള്ളത് ഒന്നേയുള്ളൂ, നിങ്ങൾ സന്തോഷിക്കണം. ഇതുപോലൊരു കൊതിയുള്ള മനുഷ്യൻ, സകലത്തെയും വിട്ടുപിരിഞ്ഞിട്ട് ദൈവത്തോട് ചേരാൻ ഇത്ര വലിയൊരു കൊതിയുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കഷ്ടതയെ ചപ്പെന്നും ചവറെന്നും എണ്ണി അവൻ്റെ പ്രത്യാശ മുഴുവനും ദൈവത്തിലായിരുന്നു. ഇവിടെ നമുക്കൊരു കാറ് കിട്ടുമ്പോൾ, ഇവിടെ നമുക്കൊരാടോ കോഴിയൊക്കെ കിട്ടുമ്പോൾ തിരക്കെന്ന് പറഞ്ഞ് പലരും അതിൻ്റെ പിന്നാലെ അങ്ങ് പോകാറുണ്ട്. ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ആലയത്തിൽ കടന്നു വന്ന് നെടുമ്പാട് വീണ് കരഞ്ഞവർ പലരും നന്മ കിട്ടിയപ്പോൾ നന്മയുടെ പുറകെ ഓടി. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയുന്നു, നന്മയുടെ പുറകെ ഓടുകയല്ല, മറിച്ച് നന്മ തന്നവനെ വീണ്ടും അവൻ്റെ മുൻപിൽ വീണിട്ട് തന്നതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ നന്മയ്ക്കും സ്തോത്രം പറഞ്ഞുകൊണ്ട്